എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പി എസ് സി യോഗ തീരുമാനത്തിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് അതിൻ്റെ യോഗ്യത എന്തായിരുന്നു, അതുപോലെ തന്നെ അതിൽ എത്ര ഏജ് ലിമിറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്രയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഒ സി എത്ര റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ റിസർവേഷനും ഏത് റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 325/2020 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഏത് കമ്പനി ബോർഡിലാണ് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 20/1/2021 ആണ്. പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. സെലക്ഷൻ ഫോർ സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 18,510 ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 5,173 പേരാണ്. പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് 31/12/2021 ആണ്. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും എന്തായിരുന്നു എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ വന്ന സമയത്ത് 7 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനും ഈ ഒരു ഏജ് ലിമിറ്റ് പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ SSLC ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. 2002 മുന്നേ KGT ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ഒരു യോഗ്യതയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു യോഗ്യത തന്നെ വരാനാണ് ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ലോവറാണ് മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവറാണ് ചോദിച്ചിട്ടുള്ളത്. SSLC ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റ് 27/2/2023 ആണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നോക്കാം. കട്ട് ഓഫ് വരുന്നത് 59.67 മാർക്കാണ്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് 669 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 697 പേര്, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 53 പേരാണ്. ടോട്ടൽ 1419 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം വരെ ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ്, എത്ര ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏത് OCക്ക് ഏത് റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ 88 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 21/2/2025 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നോട്ടിഫിക്കേഷനിൽ 7 ഒഴിവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 88 പേർക്കാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളതിനും ഇതേപോലെ നമുക്ക് ഒഴിവ് കൂടുതൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ OC 106 വരെയാണ് റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. EWS 131, ഈഴവ 118, SC 501, മുസ്ലിം 113 ആണ്. ബാക്കിയുള്ളത് OBC ജൂണിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇത് റാങ്ക് ലിസ്റ്റ് വന്ന അതായത് ഈ ഓഗസ്റ്റിലേക്ക് 2 വർഷം കഴിയുകയാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.